ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സുധ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഓരോ വർഷം കഴിയുന്തോറും ചൂട് കൂടി വരികയാണ്. അപ്പോൾ ചൂടിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല പാനീയം ഏതാണെന്നറിയോ? നമ്മൾ പണ്ട് കാലം മുതലേ ഉപയോഗിച്ച് വരുന്ന മോരും വെള്ളം. ഒരു ഗ്ലാസ് മോരും വെള്ളം കുടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആരോഗ്യവും ഉന്മേഷവും ഒക്കെ തിരികെ വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഓരോ ഗ്ലാസ് മോരും വെള്ളം കുടിക്കുന്നതിൻ്റെ അത്ര ഗുണം വേറെ ഒന്ന് കുടിച്ചാലും നമുക്ക് കിട്ടുകയുമില്ല. അപ്പോൾ മോരും വെള്ളത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചേർക്കാറ്? ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇവയൊക്കെ ചേർക്കാറുണ്ടല്ലേ സാധാരണയായിട്ട്. അതിൻ്റെ കൂടെ നമ്മുടെ നാരകത്തിൻ്റെ ഇലയില്ലേ, അതുകൂടി ചേർക്കുമ്പോൾ കിട്ടുന്ന ഫ്ലേവർ ഒന്ന് വേറെ തന്നെയാണ്, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ചൂടിനെ പ്രതിരോധിക്കാനുള്ള മോരും വെള്ളം എങ്ങനെ റെഡിയാക്കുന്നതെന്ന് അറിയണ്ടേ? നമുക്ക് വീഡിയോ കാണാം. ബട്ടർ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു 1/4 കപ്പ് തൈരാണിത്. അത് നമുക്ക് ഈ മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ഗ്ലാസിന്റെ ബട്ടർ മിൽക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 1/4 ഗ്ലാസ് വെള്ളവും 1/4 ഗ്ലാസ് തൈരുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ മിക്സിയുടെ ഗ്രൈൻഡർ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് എന്തൊക്കെയാണെന്ന് പറയാം. 2-3 കറിവേപ്പിലേന്റെ ഇല എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കറിനാരങ്ങയുടെ ഇലയാണ്. അതിൻ്റെ ഒരു പകുതി ചേർക്കാം. അതുപോലെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു പകുതി ചേർത്ത് കൊടുക്കാം. കൂടുതലായാൽ വല്ലാത്ത എരിവായിരിക്കും. അതുപോലെ ഒരു വളരെ ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, ഇതും കൂടെ ചേർക്കാം. ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്ത ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മോരും വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ നമുക്ക് ഈ ഗ്ലാസ്സിലോട്ടേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള മോരും വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഈ ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മോരും വെള്ളം റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് ഇപ്പം തന്നെ കഴിക്കരുത്, ഒരു 10 മിനിറ്റ് ഇതുപോലെ വെക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്ത ഇഞ്ചി, പച്ചമുളക്, അതുപോലെ കറിവേപ്പില, നാരകത്തിൻ്റെ ഇല, ഇതിൻ്റെ എല്ലാം എസൻസ് ഈ മോരിലോട്ടേക്ക് നല്ലോണം പിടിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 10 മിനിറ്റെങ്കിലും വെച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ നമ്മുടെ ഈ മോരും വെള്ളത്തിലേക്ക് വന്നിട്ട് അതിന് ശരീരത്തിന് കിട്ടുകയുള്ളൂ. അപ്പോൾ 10 മിനിറ്റ് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കുടിക്കുകയാണെങ്കിൽ മുഴുവൻ ശരീരഭാഗങ്ങൾക്കും തണുപ്പ് നൽകുന്ന ഒരു പാനീയമാണ് ഈ മോരും വെള്ളം. മോരും വെള്ളം കുടിച്ച ഗുണങ്ങൾ പലതാണ്. കാൽഷ്യം, പൊട്ടാസ്യം, വൈറ്റമിൻ B12 എന്നിവയും മോരിൽ ധാരാളമുണ്ട്. ആരോഗ്യത്തിനും ചർമ്മത്തിനും ഗുണം ചെയ്യുന്ന ഒന്നാണ് മോരും വെള്ളം. വേനൽക്കാലത്ത് ശരീരത്തിന് തണുപ്പ് നൽകാനും സൂര്യാഘാതം മൂലമുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഈ മോരും വെള്ളം കുടിക്കുന്നതിലൂടെ സാധിക്കും. കൊഴുപ്പ് തീരെ ഇല്ലാത്തതിനാൽ തടിക്കുമെന്ന് പേടിക്കുകയും വേണ്ട. രക്തം വർദ്ധിപ്പിക്കാനും കൂടി മോര് കുടിക്കുന്നത് നല്ലതാണ്. കരൾ രോഗങ്ങൾ ഇല്ലാതാക്കാനും രുചിയില്ലായ്മ ഇല്ലാതാക്കാനും അങ്ങനെ ശരീരത്തിന് നല്ല സുഖം നൽകാനും നല്ലതാണ് മോരും വെള്ളം. ഭക്ഷണശേഷം മോര് കുടിക്കുന്നത് നല്ലതാണ്. അസിഡിറ്റി, ഛർദി എന്നിവയൊക്കെ മാറ്റിത്തരും. പുളിച്ച മോര് കുടിക്കുന്നത് മൂലം പാലിൻ്റെ ഗുണങ്ങൾ മുഴുവനായി കിട്ടുന്നതാണ്. ഇതിൽ കാൽഷ്യം ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്കും സഹായകരമാണ്. അപ്പോൾ സിമ്പിളായ മോരും വെള്ളത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന 3 ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു നല്ല കണ്ടന്റുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.